തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ലാപ്പിലാണ്. തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ നടൻ വിജയ് പ്രചാരണത്തിനായി കന്യാകുമാരിയിലെത്തി. അണികൾക്കിടയിലൂടെ വിജയ് സൈക്കിൾ ചവിട്ടി. അഴിമതി തുടച്ചു നീക്കുമെന്നും സർക്കാർ സേവനങ്ങൾ ഡിജിറ്റലാക്കുമെന്നും വിജയ് പ്രഖ്യാപിച്ചു. സൈഫ്, കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ റിപ്പോർട്ടിങ്ങിന്റെ ചൂടിലായിരുന്നല്ലോ. അപ്പോൾ ഇവിടുത്തെ ഒരു ആവേശം നേതാക്കളെ കാണുമ്പോൾ അണികൾക്ക് അവരോടുള്ള സ്നേഹപ്രകടനമൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമാണല്ലോ കന്യാകുമാരിയിലെ കാഴ്ച. അത് മാത്രമല്ല, ഒരു മാസ് ക്ലാസ് സിനിമയിൽ നായകന്റെ എൻട്രി എങ്ങനെയാണോ അതുപോലെയാണ് നമ്മൾ ഇന്ന് അവിടെ കണ്ടത്. എങ്ങനെയായിരുന്നു വിജയ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത്? ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ അഴിമതി തുടച്ചു നീക്കും, സർക്കാർ സേവനങ്ങൾ വീട്ടുമുറ്റത്തെത്തിക്കും, അത് ഡിജിറ്റലാക്കും എന്നെല്ലാം അദ്ദേഹം പറയുന്നു. DMK സർക്കാരിനെ നിശ്ചിതമായി അദ്ദേഹം വിമർശിക്കുകയും ചെയ്യുകയാണ്. എങ്ങനെയായിരുന്നു ഇന്ന് കന്യാകുമാരിയിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം സൈഫ്? മഹേഷ്, സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഒരു വിജയ് സിനിമ കണ്ടിറങ്ങിയ ഫീലിലാണ് ഉള്ളത്. കാരണം വിജയ് വന്നിറങ്ങുന്നതും വിജയുടെ പ്രസംഗവും വിജയിന്റെ രീതികളുമെല്ലാം സിനിമയിൽ എങ്ങനെയാണോ വിജയ് അതുപോലെ തന്നെയാണ് ആൾക്കാർക്കിടയിലും വിജയ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം പറയുന്ന വാചകങ്ങൾ പോലും ഒരു സിനിമ ഡയലോഗിന്റെ സ്വഭാവമുണ്ട്. അതുകൊണ്ടൊരു വിജയ് സിനിമ, ഒരു മാസ് മസാല, ഇപ്പൊ മഹേഷ് പറഞ്ഞ പോലെ അങ്ങനെ ഒരു സിനിമ കണ്ടിറങ്ങിയ ഫീല് ഉണ്ട്. അത് ഈ പ്രചരണ വേദിയിൽ മാത്രമല്ല, വിജയുടെ എല്ലാ പ്രചരണ വേദിയിലും ഇത് തന്നെയാണ് അവസ്ഥ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന അതല്ല, ഈ ആൾക്കൂട്ടം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നമ്മൾ കാണാറുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ സ്വഭാവത്തിലേക്ക് വരുമ്പോ നമുക്ക് അവിടെ ഇങ്ങനെ ഒരു മാസ് മസാല പരിപാടിയല്ലല്ലോ. നമ്മൾ രാഷ്ട്രീയം പറഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണല്ലോ. ഇവിടെ പക്ഷേ യുവാക്കൾ ഏതാണ്ട് 11 മണി മുതൽ, ഇവിടെ കനത്ത ചൂടാണ് കന്യാകുമാരിയിൽ. രാവിലെ 11 മണി മുതൽ ഒരു തൊപ്പി പോലും വെക്കാതെ, തലയിലൊന്നും കെട്ടാതെ, കുടയില്ലാതെ ഏതാണ്ട് 10,000-കണക്കിന് യുവാക്കൾ, അത് മധ്യവയസ്കരെ ആരും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ 18 വയസ്സ്, 19 വയസ്സ്, 20 വയസ്സൊക്കെ കഴിഞ്ഞ യുവാക്കൾ അവര് കൂട്ടത്തോടെ ഇങ്ങനെ ആ വിജയെ കാണാൻ വേണ്ടി മണിക്കൂറുകളോളം കാത്ത് എത്തിയാണ്. അവിടെ നിന്നിട്ട് ഏതാണ്ട് ഒരു 4 ലിറ്റർ വെള്ളം ഒരു മണിക്കൂറിനുള്ളിൽ കുടിക്കേണ്ട അവസ്ഥയുണ്ട്. അങ്ങനെ ആ ചൂടിനെ അവഗണിച്ചിട്ട് പോലും യുവാക്കൾ അവിടെ വിജയെ കാണാൻ വേണ്ടി നിന്നു. രാവിലെ അദ്ദേഹം അവിടുന്ന് പുറപ്പെട്ട് തിരുനെൽവേലിയിൽ നിന്ന് റോഡ് മാർഗമാണ് ഈ പരിപാടി നടക്കുന്ന മഹാദാനപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. വിജയ് തെരഞ്ഞെടുപ്പിൽ ചില വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക്, അല്ലെങ്കിൽ അവിടെ എത്തിയ ആൾക്കാർക്ക് മുന്നിലേക്ക് വെക്കുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സദ്ഭരണം വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. സർക്കാർ ഓഫീസുകളിൽ ഇപ്പോൾ നടക്കുന്നത് പീഡനമാണ്. മന്ത്രിമാർക്ക് പദ്ധതി പണത്തിന്റെ വിഹിതം പോകുന്നുണ്ട്. സർക്കാർ പദ്ധതികൾ വീട്ടിൽ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ആധാർ മാതൃകയിൽ പ്രത്യേക തിരിച്ചറിയൽ കാർഡ് നൽകുമെന്ന വാഗ്ദാനം വിജയ് നൽകിയിട്ടുണ്ട്. 6 മാസത്തിനകം സേവന നിയമം നടപ്പാക്കും. നിർമ്മിത ബുദ്ധിക്ക് പ്രത്യേക വകുപ്പ് ഉണ്ടാക്കും. അങ്ങനെ ജനങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും എത്തിക്കും. ഒരു സദ്ഭരണം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, നിങ്ങൾ വിസിൽ നോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വിസിലൂതി ആണ് വിജയ് ആ പരിപാടിയിൽ നിന്ന് മടങ്ങിയത്. വന്നിറങ്ങിയ ഉടനെ തന്നെ ഈ ആരാധകരുടെ ബഹളം കാരണം വിജയ് സൈക്കിളിൽ 2 റൗണ്ട് ചുറ്റുന്നുണ്ടായിരുന്നു. ആരാധകരുടെ അടുത്തേക്ക് പോയി 3-4 റൗണ്ട് ഇങ്ങനെ ആരാധകരുടെ അടുത്തേക്ക് പോയി അവർക്കെല്ലാം അഭിവാദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് പല പരിപാടികളും വിജയിച്ച് റദ്ദാക്കേണ്ടി വരുന്നത്. ഈ ആരാധകർ കൂട്ടത്തോടെ ഈ വാഹനത്തിന് പുറകിൽ ബൈക്കിൽ പോകുമ്പോൾ ഈ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് അപകടം ഉണ്ടായി. അങ്ങനെയാണ് ഇന്നലത്തെ ഒരു പരിപാടി റദ്ദാക്കേണ്ടി വന്നത്. ഇന്നതുകൊണ്ട് പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. വിജയുടെ പരിപാടിക്ക് ആള് കൂടുന്നത് കൊണ്ട് 51 നിർദ്ദേശമാണ് പോലീസ് നൽകിയിരിക്കുന്നത്. അതെല്ലാം പാലിച്ചാൽ മാത്രമേ അനുമതി നൽകുകയുള്ളൂ. ഇന്ന് 2 മണി മുതൽ 8 മണി വരെയാണ് അനുമതി വിജയിക്ക് നൽകിയിരുന്നത്. ഏതാണ്ട് ഒരു 10,000 പോലീസുകാർ ഈ പരിപാടി നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. പിന്നീട് ബൗൺസേഴ്സ് എന്ന് പേരിൽ വിളിക്കുന്ന ആൾക്കാർ, വിജയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആൾക്കാർ ആ പരിപാടി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും വിജയുടെ പ്രചരണം ഇനിയും മറ്റ് പല ജില്ലകളിലേക്ക് പോകാനുണ്ട്. പക്ഷേ എല്ലാ വേദികളിലും ഇത് തന്നെയാണ് കാണുന്നത്. അങ്ങനെ ഒരു സിനിമാറ്റിക് സ്വഭാവമുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് വിജയ് കടന്നിരിക്കുന്നത്. ഇത് വോട്ടായി മാറുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ദ്രാവിഡ പാർട്ടികൾക്ക് അത് തിരിച്ചടി ഉണ്ടാക്കുന്നതായിരിക്കും. ഭരണത്തിലേക്കോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിലും വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കെങ്കിലും വിജയ് എത്തിച്ചേരുമെന്ന് അവരുടെ പാർട്ടി അണികൾ പോലും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഈ ആൾക്കൂട്ട വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് വിജയ് ഇങ്ങനെ ഓളം ഉണ്ടാക്കിയുള്ള പ്രചരണത്തിൽ വരുന്നത്. അങ്ങനെ വലിയ ഓളം കന്യാകുമാരിയിൽ അല്പസമയം മുമ്പ് അവസാനിച്ചതേ ഉള്ളൂ മഹേഷ്. അതാണ് ഒരു വല്ലാത്ത കാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത്. കാരണം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗമൊക്കെ നമ്മൾ കാണുന്നതാണ്. എന്നാലും ഇത്ര ആവേശമുള്ള തെരഞ്ഞെടുപ്പ് റാലികളൊന്നും ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. വിജയ്
ആരാധകർക്കിടയിലേക്ക് സൈക്കിളുമായി ഇറങ്ങിച്ചൊല്ലുകയാണ്. വിസിലൂതി അദ്ദേഹം പോവുകയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട്, അത് ജനങ്ങൾ ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെയാണ് DMK-ക്ക് ഏത് തരത്തിലുള്ളൊരു വെല്ലുവിളിയാകും വിജയുടെ തമിഴക വെട്രിക്കഴകം തമിഴ്നാട്ടിൽ ഉയർത്തുക എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിലൊരു തീരുമാനമുണ്ടാകും എന്തായാലും.